2026 പകുതിയോളം പിന്നിടുമ്പോൾ സൗത്ത് ഇന്ത്യൻ സിനിമകൾക്ക് അത്ര നല്ല കാലമല്ല. സമ്മർ സീസൺ അടക്കം പല വലിയ ഫെസ്റ്റിവലുകൾക്കും സൂപ്പർ താര ചിത്രങ്ങൾ ഇല്ലാതെയാണ് തമിഴ്, തെലുങ്ക്, കന്നഡ ഇൻഡസ്ട്രികൾ കടന്നുപോയത്. മലയാള സിനിമയ്ക്കല്ലാതെ മറ്റൊരു ഇൻഡസ്ട്രിക്കും കാര്യമായ നേട്ടം ഇതുവരെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടില്ല. 2026 ജൂൺ പകുതിയാകുമ്പോഴേക്ക് ഈ വർഷത്തെ മൊത്തം കളക്ഷൻ 1000 കോടി എന്ന മാന്ത്രിക സംഖ്യയിലെത്തിക്കാൻ മോളിവുഡിന് സാധിച്ചു. ഒരു ഇൻഡസ്ട്രി ഹിറ്റടക്കം 200 കോടി ചിത്രങ്ങളും ഒരു 100 കോടി ചിത്രവും മോളിവുഡിൽ പിറന്നു. തുടർച്ചയായ 3-ാം വർഷവും 1000 കോടിയിൽ എത്തിയിരിക്കുകയാണ് മോളിവുഡ്. കോടികൾ കൊണ്ട് അമ്മാനമാടുന്ന പാൻ ഇന്ത്യൻ സിനിമകൾ ഒരുപാട് നിർമ്മിക്കുന്ന തെലുങ്ക്, തമിഴ്, കന്നഡ ഇൻഡസ്ട്രികൾ ഈ വർഷം ഇതുവരെ 1000 കോടി നേടിയിട്ടില്ല. ഇതിൽ കന്നഡ ഇൻഡസ്ട്രിയുടെ മൊത്തം കളക്ഷൻ 100 കോടി പോലും ആയിട്ടില്ലെന്നാണ് എടുത്തു പറയേണ്ട കാര്യം. റാം ചരണിന്റെ പെദ്ദി 300 കോടിയിലേറെ നേടിയത് മാറ്റി നിർത്തിയാൽ സൂപ്പർ താരങ്ങളുടെ സിനിമകൾ കൂട്ടത്തോടെ പരാജയപ്പെട്ട അവസ്ഥയാണ്. പ്രഭാസിന്റെ രാജാസാവ്, പവൻ കല്യാണിന്റെ ഉസ്താദ് ഭഗത് സിംഗ്, രവി തേജയുടെ BMW തുടങ്ങിയ വൻ സിനിമകളെല്ലാം ബജറ്റ് പോലും തിരിച്ചു പിടിക്കാതെയാണ് കളം വിട്ടത്. വലിയ സിനിമകൾ ഒന്നുമില്ലാഞ്ഞിട്ടും ചെറിയ സിനിമകൾ കൂട്ടത്തോടെ വിജയിപ്പിച്ച് തമിഴ് സിനിമയും പിടിച്ചുനിന്നു. സൂര്യയുടെ കറുപ്പാണ് നിലവിലെ ഇയർ ടോപ്പർ. 340 കോടിയിലേറെയാണ് സിനിമ നേടിയത്. കറുപ്പല്ലാതെ മറ്റൊരു സിനിമയും ഇതുവരെ 100 കോടി നേടിയിട്ടില്ല. തായ്ക്കിഴവി 84 കോടി, യൂത്ത് 70 കോടി, ബ്ലാസ്റ്റ് 60 കോടി എന്നിങ്ങനെ ചെറിയ സിനിമകൾ വിജയിച്ചപ്പോൾ 100 കോടിയിലേറെ ചെലവഴിച്ചൊരുങ്ങിയ പരാശക്തി പരാജയമായി മാറി. 2026 സെക്കൻഡ് ഹാഫ് എല്ലാ ഇൻഡസ്ട്രികളും പ്രതീക്ഷയിലാണ്. ഓണം സീസണിൽ മോളിവുഡിൽ റിലീസാകുന്ന വമ്പൻ സിനിമകൾ ബോക്സ് ഓഫീസ് കത്തിക്കുമെന്നാണ് പ്രതീക്ഷ. ജയിലർ 2, വിശ്വനാഥ് ആൻഡ് സൺസ് എന്നിങ്ങനെ തമിഴ് ചിത്രങ്ങളും പാരഡൈസ്, രണബാലി തുടങ്ങിയ സിനിമകളിലൂടെ ടോളിവുഡും മുന്നേറുമെന്നാണ് ആരാധകരുടെ കണക്കുകൂട്ടൽ.